പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. അതിനിടയിലാണ് ഒരു ഇരുട്ടടി പോലെ ഇത്തരത്തിൽ ഒരു കാര്യം വരുന്നത്. കുറ്റപത്രം സമർപ്പിക്കുന്നു, വിചാരണ നേരിടേണ്ടി വരുമെന്നറിയുന്നു. എന്താണ് അവിടെയുള്ള പാർട്ടി നേതാക്കന്മാർക്ക് പറയാനുള്ളത്, പാർട്ടിക്ക് പറയാനുള്ളത്? പാർട്ടി ഏത് തരത്തിലാണ് ഇനി പ്രതിരോധിക്കാൻ മുന്നോട്ട് പോകുന്നത്? മോദി പരസ്യമായി ഈ കേസിനെ നിസ്സാരവൽക്കരിക്കുമ്പോഴും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ചൊരു ചർച്ചകൾ ഇന്ന് നടക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് രാവിലെ 9:30 വിശദമായിട്ടുള്ള ഒരു പ്രതികരണം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിലാണ് ഞാനുള്ളത്. ഇന്നലെ തന്നെ MV ഗോവിന്ദൻ പ്രതികരിച്ചത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നടപടിയാണ്. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നടപടിയെ രാഷ്ട്രീയപരമായി തന്നെ നേരിടും. കൂടുതൽ വിശദമായിട്ടുള്ള വാദങ്ങൾ കൂടുതൽ പരിശോധിച്ച ശേഷം മറുപടി നൽകാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ MA ബേബി കൂടുതൽ സംസാരിക്കുമ്പോൾ MA ബേബി കൂടുതലായി കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര ഏജൻസികളെയും കടന്നാക്രമിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ സംശുദ്ധ രാഷ്ട്രീയമുള്ള ഒരാളെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇത്തരത്തിലെ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്നതെന്നുള്ള ഒരു പ്രതികരണമാണ് MA ബേബിയുടെ ഭാഗത്തു നിന്ന് വന്നത്. സമാനമായ ഒരു പ്രതികരണം മുതിർന്ന നേതാവായിട്ടുള്ള മുൻ മന്ത്രി കൂടിയായിട്ടുള്ള AK ബാലനും പറയുകയുണ്ടായി. ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള ഒരു ചർച്ചകൾ ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ തന്നെയായി നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും വിശദമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തുക. പാർട്ടി കോൺഗ്രസ് നടത്തുകയാണ്. അപ്പോൾ തന്നെ ഇന്നലെ കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതിരോധങ്ങൾ തീർക്കുകയും അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുകയും ചെയ്തിരുന്ന രണ്ട് മുഖ്യമന്ത്രിമാർ, ഒന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, രണ്ടാമത്തേത് MK സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരേ പരിപാടിയിൽ പങ്കെടുത്ത് കഴിയുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു വീണ വിജയൻ വിചാരണ നേരിടണം എന്നുള്ള ഒരു കാര്യം അറിയുന്നത്. ആ സമയത്ത് മുഖ്യമന്ത്രി ഈ വേദിയിലായിരുന്നു, പാർട്ടി സമ്മേളന വേദിയിലായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം ഈ കാര്യം അറിയുന്നത്. ഇന്നലെ ആദ്യം വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകില്ല എന്നാണ് CPMന്റെ ഭാഗത്തു നിന്ന് വന്നത്. എന്നാൽ അതിനുശേഷം CPM സംസ്ഥാന സെക്രട്ടറി അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളടക്കമുള്ളവർ പ്രതികരിക്കുകയായിരുന്നു.